ബാങ്ക് ഭരണസമിതിയുടെയും അതിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പക്വതയില്ലാത്ത പെരുമാറ്റമാണ് സാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് കെ ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നു. പണം പിൻവലിക്കാൻ ചെന്ന നിക്ഷേപകനെ വിരട്ടുന്നത് കേരളത്തിന് യോജിച്ചതാണോ? നിലപാട് വിശദീകരിക്കാൻ നടത്തിയ സമ്മേളനത്തിലെ ആശാന്റെ പ്രസംഗം ജീവനൊടുക്കിയ ആളെയും ആ കുടുംബത്തെയും വീണ്ടും വീണ്ടും കൊല്ലുന്ന തരത്തിലാണ്. മര്യാദകേടിനും ഒരു പരിധി വേണം. സാബു തോമസ് ശവക്കല്ലറയിൽ ശാന്തമായി ഉറങ്ങട്ടെ. സാബുവിന്റെ കുടുംബത്തെ വേട്ടയാടുന്ന പ്രവണതയെങ്കിലും അവസാനിപ്പിക്കണം. ഇതെന്ത് മര്യാദയാണെന്ന് രാഷ്ട്രീയ യജമാനന്മാർ പറയട്ടെ എന്ന് CPM നേർക്ക് ചൂണ്ടിക്കൊണ്ടാണ് CPI മുൻ ജില്ലാ സെക്രട്ടറിയുടെ കുറിപ്പ് അവസാനിക്കുന്നത്. സാബുവിന്റെ കുടുംബത്തിന്റെ മാനസികാവസ്ഥ പോലും പരിഗണിക്കാതെ പ്രസ്താവന നടത്തിയ MM മണിയുടെ മനോനില പരിശോധിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ പറഞ്ഞു. ഇവിടെ നിക്ഷേപകന്റെ കുടുംബത്തിന് മാനസിക പിന്തുണ നൽകേണ്ട CPM നേതൃത്വവും ബാങ്ക് ഭരണസമിതിയും ആ കുടുംബത്തെ സമൂഹ മധ്യത്തിൽ അവഹേളിക്കുകയാണ് ചെയ്യപ്പെട്ടത്. നിക്ഷേപകൻ സാബുവിന്റെ മരണത്തിൽ പ്രധാന കുറ്റക്കാരായ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് ആ കുടുംബത്തിന് ഇപ്പോഴുണ്ടായിരിക്കുന്ന ദയനീയ അവസ്ഥയ്ക്ക് നേരെ പല്ലിടിച്ച് കാണിക്കുന്ന ജില്ലയിലെ CPMന്റെ മനോഭാവമാണ് MM മണിയുടെ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാബു ജീവനൊടുക്കിയതിനെ തുടർന്ന് ബാങ്ക് ഭരണസമിതിയും CPMും പ്രതിക്കൂട്ടിലായ പശ്ചാത്തലത്തിൽ നടത്തിയ വിശദീകരണ യോഗത്തിലായിരുന്നു MM മണിയുടെ അധിക്ഷേപ പ്രസംഗം. സാബുവിന് മാനസിക പ്രശ്നമുണ്ടായിരുന്നോ, ഡോക്ടറെ കാണിച്ചിരുന്നോ എന്ന് പരിശോധിക്കേണ്ടതാണ് എന്നായിരുന്നു MM മണിയുടെ പരാമർശം. സി മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.